ഓൾറെഡി നമ്മൾ ഒരാളെ കൊന്നു കളഞ്ഞു. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിനെങ്കിൽ നമ്മുടെ വീട്ടിലെ നമ്മളെ പെങ്ങള് അല്ലെങ്കിൽ നമ്മളെ മക്കള് അല്ലെങ്കിൽ XYZ ആരെങ്കിലും ആയിക്കോട്ടെ, ആർക്കെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ട് ടോയ്ലറ്റിൽ പോകണം, അങ്ങനെ എന്തെങ്കിലും സംഭവത്തിന് വേണ്ടിയിട്ട് നിർത്താനൊന്ന് ആവശ്യപ്പെട്ട് അവർ സ്റ്റോപ്പില്ല എന്ന് പറഞ്ഞു. മാനസികമായിട്ട് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കിയേ. ആ കുട്ടി പറഞ്ഞിട്ടുണ്ടാവില്ല വാഷ്റൂമിലാ പോകേണ്ടത്, ടോയ്ലറ്റിലാ പോകേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും അതൊരു മര്യാദയിൽ അവിടെ തീർക്കേണ്ടത്. ഇത്രയും പ്രശ്നം ആ കുട്ടി ചെയ്തത് തെറ്റാണ്, അതിൽ ന്യായീകരിക്കുന്നത് ഒരു പൊതു മുതൽ നശിപ്പിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഒരു ഭാഗം മാത്രമല്ലാണ്ട് രണ്ടാമതൊരു ഭാഗം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ആ കുട്ടിയെ ഇങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചിനെങ്കിൽ ഇപ്പൊ പറയുന്ന നമ്മൾ തന്നെ നേരെ തിരിച്ചു പറയും. ഓൾറെഡി നമ്മൾ ഒരാളെ കൊന്നു കളഞ്ഞു, ഇനി അടുത്തത് ആരാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഈ വീഡിയോയിൽ മാക്സിമം നെഗറ്റീവ് കമന്റ് ആയിരിക്കും എനിക്ക് വരിക എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക്. എന്നാലും ഒരു കാര്യം പറയട്ടെ, എൻ്റെയോ നിങ്ങളുടെ വീട്ടിലെ ഒരു പെൺകുട്ടി ഇതുപോലെ ബസ്സിൽ കയറി എമർജൻസി ആയിട്ട് ടോയ്ലറ്റിലോ വാഷ്റൂമിലോ എങ്ങനെയോ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു. വേറൊരു സ്ഥലത്തേക്കായിരുന്നു ടിക്കറ്റ് എടുത്തത്. പകുതിക്ക് നിർത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അപ്പോഴുണ്ടാകുന്ന ആ മാനസികാവസ്ഥ, എൻ്റെയും നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഒരു ഭാഗം മാത്രം സൈഡ് പിടി, മറ്റൊരാളുടെ വാക്കും കൂടി കേൾക്കേണ്ടത് നമ്മൾ നിർബന്ധമല്ലേ? ആമറൊക്കെ എടുത്ത് അടിച്ചത് തെറ്റ് തന്നെ, അതിനെ ന്യായീകരിക്കുന്നില്ല, അതിന്റെ ഫൈൻ അടച്ചു. പക്ഷേ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിങ് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ ആലോചിച്ചു. ഇങ്ങനെയുള്ള വീഡിയോക്ക് കമന്റ്സ് വീഡിയോ ഇടുന്ന ആൾക്കാർ തന്നെ നാളെ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിനെങ്കിൽ ആദരാഞ്ജലികൾ മലയാളികൾ ഒരു കുട്ടിയെ കൂടി കൊന്നു പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരും. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. ആ കുട്ടി ചെയ്തു, അതിന്റെ ഫൈൻ അടച്ചു, എല്ലാം ക്ലിയർ ആയി. എന്നിട്ടും അതിന്റെ പേരിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആ കുട്ടിയെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ ആ കുട്ടിയുടെ സൈഡും കൂടി ആലോചിച്ച് നോക്കിയിട്ട്, നേരെ മറിച്ച് അവിടെ ഈ പെൺകുട്ടിക്ക് പകരം ഒരു ആണാണെങ്കിൽ മാസ് BGM ഇട്ടിട്ട് അയാളെ പൊക്കി പറയാ. ഇതൊരു പെൺകുട്ടി ആയതുകൊണ്ടാണ്. ആ കുട്ടി ചെയ്തത് പൂർണ്ണമായും ന്യായീകരിക്കുന്നില്ല. അവിടെ നിർത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കാര്യം സമാധാനത്തോടെ ചോദിച്ചിട്ട്, രണ്ടുപേരെടുത്തും തെറ്റുണ്ട്. സമാധാനത്തോടെ ചോദിച്ചിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് സംഭവം ക്ലിയർ ചെയ്യാമായിരുന്നു. ഇതാ കുട്ടി ഒരു സ്ഥലത്ത് ഇറക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞു, എന്നാൽ അപ്പുറത്തെ സ്ഥലത്ത് ഇറക്കണം എന്ന് പറഞ്ഞാൽ അവിടെയും സ്റ്റോപ്പില്ല എന്ന് പറഞ്ഞു. എന്നാൽ എന്താ മോളെ സംഭവം എന്താണ്, എന്തിനാണെന്ന് ചോദിച്ചിട്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാമായിരുന്നു. ഈ കുട്ടിക്കും അതുപോലെ തന്നെ പറയായിരുന്നു എനിക്ക് ഇന്ന ആവശ്യത്തിനാണെന്ന്, അതവിടെ പറഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞത്. കുട്ടി എന്താ പറയുന്നത് എന്നുള്ളത് ഇതിന്റെ താഴത്ത് ഞാൻ പറയാം, നിങ്ങൾ കേൾക്കണം. അത് കേട്ടിട്ടേ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഒരാളെ തളർത്തിയിട്ട് ആ കുട്ടിക്ക് മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഞാനും നിങ്ങളും ഉത്തരവാദിയായിരിക്കും. അതുകൊണ്ട് കുറച്ചൊരു മര്യാദയിൽ ചെയ്യുക, അത്രേ പറയാനുള്ളൂ.